സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയുടെ ജീവിതത്തിൽ ആ പുഞ്ചിരിക്ക് പുറകിൽ ഒരുപാട് നാളുകൾ കരഞ്ഞു തീർത്ത കണ്ണീരുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സോഷ്യൽ മീഡിയയിൽ പ്രണയവും സന്തോഷവും മാത്രം പങ്കുവെച്ച ഒരു വ്ലോഗർ പക്ഷേ ദുബായിലെ ഫ്ലാറ്റിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. സത്യത്തിൽ നമ്മൾ ഈ കാണുന്ന ഇൻഫ്ലുവൻസർമാരുടെയൊക്കെ പുറമോടിയിൽ കാണുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മാത്രമാണോ ഇവരുടെ ജീവിതം? ഇവരുടെയൊക്കെ ജീവിതത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യം മറ്റെന്തൊക്കെയോ ആണോ? എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ നിഗൂഢതകൾ? കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വ്ലോഗർ റിഫ മെഹ്നുവിന്റെ മരണം ആദ്യകാലങ്ങളിൽ ആത്മഹത്യയായി തള്ളിക്കളയാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ചുള്ള കഥയാണ്. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ റിഫ മെഹ്നു കുഞ്ഞിലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടി സജീവമായിരുന്നു. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയുമെല്ലാം ഈ കുട്ടി ഒരുപാട് ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റി. തൻ്റെതായ സംസാര രീതിയും ശൈലിയുമെല്ലാം ഈ കുട്ടി ചെറുപ്പം മുതലേ മെനഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം വാങ്ങിയെടുക്കാൻ ഈ കൊച്ചുമിടുക്കിക്ക് സാധിച്ചു. പിന്നീട് വളർന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരിചയപ്പെട്ട കാസർഗോഡുകാരനായ മെഹനസുമായി ഈ കുട്ടി ചങ്ങാത്തത്തിലാവുന്നത്. പിന്നീട് ഈ ബന്ധം ഫ്രണ്ട്ഷിപ്പിലേക്ക് വളരുകയും പിന്നീട് ഈ ബന്ധം കല്യാണത്തിലേക്ക് മാറുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ഇവർക്കൊരു മകൻ പിറക്കുകയും ചെയ്തു. റിഫ മെഹ്നു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പേജിലൂടെ ഇവർക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു. യാത്രയും ഭക്ഷണവും വസ്ത്രങ്ങളും തുടങ്ങി സകലമാന സാധനങ്ങളും സകലമാന ദൈനംദിന ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ സംസാര രീതിയും ശൈലിയും എല്ലാം വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആരാധക വൃന്ദങ്ങളുള്ള വലിയ ഒരു പേജായി റിഫ മെഹ്നു എന്ന പേജ് മാറുകയാണ് ഉണ്ടായത്. പുറമെ നിന്ന് നോക്കിക്കാണുന്ന ഏതൊരു മനുഷ്യനും ഒരു പെർഫെക്റ്റ് കപ്പിൾ ലൈഫ് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഇവരുടെ എല്ലാ വീഡിയോസും. കൂടുതൽ വലിയ സ്വപ്നങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ട് റിഫ ഒരു സുപ്രഭാതത്തിൽ ദുബായിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വലിയ ബൊട്ടിക്കിൽ ജോലിയും തിരഞ്ഞെടുത്തു. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടന്ന ആഡംബര ജീവിതമായിരുന്നു എല്ലാ വീഡിയോയിലൂടെയും ഇവർ പുറത്തു കാണിച്ചിരുന്നത്. പക്ഷേ അതിന് പിന്നിൽ മറഞ്ഞിരുന്ന അതിക്രൂരമായ ചില കഥകളും ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഏറെ വൈകിട്ടും റിഫ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആക്റ്റീവായിരുന്നു. ഏറെ വൈകിട്ട് പോലും റിഫ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കാനും അതേപോലെ തന്നെ ലൈവിൽ വരാനും എല്ലാം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. തന്റെ ഫോളോവേഴ്സിനോട് സന്തോഷത്തോടെ സംസാരിച്ച റിഫ പെട്ടെന്നൊരു നിമിഷത്തിൽ ശവമായി മാറുന്നു. ഭർത്താവ് മെഹനാസാണ് റിഫയെ ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന് പോലീസ് പറയപ്പെടുന്നു. എന്നാൽ ഈ വാർത്ത പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയെ ആകെ പരക്കുകയാണ്. റിഫയുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ വളരെയധികം ഞെട്ടിത്തരിച്ചുപോയി. അവർക്കിതൊരു ഷോക്കായിരുന്നു. കാരണം ഇന്നലെ വരെ തങ്ങളുടെ മകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം വളരെ ആക്റ്റീവായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ തന്റെ ഫോളോവേഴ്സിനോട് സംസാരിക്കുകയും വന്ന കമന്റുകൾക്ക് റിപ്ലൈ ചെയ്യുകയും ചെയ്ത കുട്ടിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ പുറത്ത് വാർത്ത വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാഥമിക അന്വേഷണങ്ങൾക്കപ്പുറം ഒരു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെയാണ് ഖബറടക്കം നടക്കാൻ ഈ മെഹനാസ് തിടുക്കം കൂട്ടിയത്. മകളുടെ പെട്ടെന്നുള്ള മരണത്തിൽ റിഫയുടെ മാതാപിതാക്കൾക്ക് വളരെയധികം സംശയം തോന്നി. അവർ പെട്ടെന്ന് തന്നെ പോലീസിൽ പരാതി നൽകി. തങ്ങളുടെ മകൾ സ്വമേധയാ ആത്മഹത്യ ചെയ്യില്ലെന്നും അവൾ നല്ല മനക്കരുത്തുള്ള കുട്ടിയാണെന്നും പിതാവായ മെഹ്നു ഇവളെ ഒരുപാട് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട് എന്ന് തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ്സും പോലീസിന് നൽകുകയാണ്. റിഫയുടെ പേജിലൂടെ ഫോളോവേഴ്സ് അധികം കൂടുകയും മാത്രമല്ല ജനങ്ങൾക്കിടയിലുള്ള ജനപ്രീതിയും എന്ന് തുടങ്ങി സകലമാന സാധനങ്ങളും മെഹനാസിൽ ഒരു കോംപ്ലക്സ് ഉടലെടുക്കുന്നതിന് കാരണമായി. ഇയാൾക്ക് ഇത് മാനസികമായി ഈർഷ്യ തോന്നുകയും കോംപ്ലക്സ് ഉടലെടുക്കുകയും പിന്നീട് അതൊരു സംശയ രോഗമായി മാറുകയും ചെയ്തു. ഇതിനെ തുടർന്ന് റിഫയും മെഹനാസും തമ്മിൽ ഒരുപാട് വഴക്കുണ്ടാവുകയും റിഫയെ മാനസികമായി മെഹനാസ് ഒരുപാട് തവണ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമായി. സോഷ്യൽ മീഡിയ ജീവിതത്തിന് പുറമെ ഒരു നരകതുല്യമായ ജീവിതമായിരുന്നു റിഫ നയിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് ചുരുക്കി പറയാം. കുടുംബത്തിന്റെ തുടർന്നുള്ള പരാതിയെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരി പോലീസ് വീണ്ടും കേസ് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. അതേ തുടർന്ന് റിഫയുടെ മൃതദേഹം പുറത്തെടുക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനുമുള്ള ഉത്തരവുണ്ടായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്നും പിന്നീട് പുറമെ നടന്ന അന്വേഷണങ്ങളെ തുടർന്നും റിഫയെ മെഹനാസ് മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നു. ഇതേ തുടർന്ന് മെഹനാസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു, FIR ഫയൽ ചെയ്തു. മാത്രമല്ല റിഫയ്ക്ക് കല്യാണ സമയത്ത് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പോക്സോ കേസ് കൂടി ഇവിടെ ഫയൽ ചെയ്യുകയാണ്. സത്യത്തിൽ റിഫയും മെഹനും കൂടി സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? തങ്ങളുടെ സന്തോഷപരമായ ജീവിതം, തങ്ങൾ പോകുന്ന യാത്രാ വഴികൾ, മാത്രമല്ല തങ്ങളുടെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന തങ്ങളുടെ മകൻ,
ഈ കുടുംബത്തിൻ്റെ സന്തോഷവശം മാത്രമാണ് നമ്മൾ പുറമേ കണ്ടിരുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ മെഹ്നു എന്ന് പറയുന്ന ആ ക്രൂര സംശാലുവായ യുവാവിൻ്റെ ക്രൂരകൃത്യങ്ങൾ ഇവിടെ മറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഫെയിമും ഡീഫെയിമും ഒരേ സമയം തന്നെ നടക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഫെയിം ആഗ്രഹിക്കുന്ന ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ് പുറമേയുള്ള ആളുകളെ കാണിക്കുക. അതേസമയം ഡീഫെമേഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായ സംഭവങ്ങൾ വന്നു, അതല്ലെങ്കിൽ ഞാനൊരു സാധനം മേടിച്ചു, അത് മോശമായി, അപ്പോൾ ഞാൻ ആ വാങ്ങിയ പാർട്ടിയോട് സംസാരിച്ചു, അവർ അതൊരു തരത്തിലും അംഗീകരിക്കുന്നില്ല, എനിക്കതിന് നഷ്ടപരിഹാരം തരാൻ തയ്യാറാവുന്നില്ല എന്ന് കണക്കാക്കുമ്പോൾ അവരെ ഡീഫെയിം ചെയ്യാൻ വേണ്ടി നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. തനിക്ക് ഒന്നും നേടാൻ കഴിയാതിരിക്കുകയും എന്നാൽ തൻ്റെ പാർട്ട്ണർ സമൂഹത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യനുണ്ടാവുന്ന അപകർഷതാബോധം എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ് ഈ കൊലപാതക പ്രേരണയ്ക്ക് പിന്നിൽ എന്ന് ഞാൻ വ്യക്തമാക്കി പറയുകയാണ്. സത്യത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ജീവിതം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് തോന്നുന്ന സംശയമാണ്, നമ്മുടെയൊക്കെ ജീവിതം എത്രയോ താഴേക്കിടയിലും അവരുടെ ജീവിതം എത്രയോ മേലെയാണ്. അവർ അവരുടെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ വലിയൊരു ഇൻഫ്ലുവൻസറുടെ പേജ് എടുത്ത് നോക്കുക. അതിലൂടെ അവർ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ വലിയ വീട് വാങ്ങി, ഞങ്ങൾ വലിയ കാറ് വാങ്ങി, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വലിയൊരു പട്ടിയെ വാങ്ങി, ഞങ്ങൾ ഇത്രയും ഗൃഹോപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് തുടങ്ങി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കാം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും വീഡിയോ ചെയ്യുന്നത്. എന്നാൽ മറിച്ച് ഈ ജീവിതത്തിന് പിന്നിൽ അവർ വരുത്തി വെച്ചിട്ടുള്ള കടങ്ങളുടെ കണക്കുണ്ട്, മാത്രമല്ല അവരുടെ കുടുംബ വഴക്കുകളുടെ കണക്കുണ്ട്, എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ദുരന്ത മുഖങ്ങളുമുണ്ട്. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇൻഫ്ലുവൻസർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ പോസിറ്റീവ് വശങ്ങൾ, സന്തോഷകരമായ വശങ്ങൾ മാത്രമേ നിങ്ങളെ കാണിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന കൂടി ഈ ജോലി ചെയ്യുന്ന ആളുകളുടെ തലയിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് അന്നത്തെ അന്നം അന്നൊന്ന് കണ്ടുപിടിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നല്ല ജീവിതമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ലക്ഷങ്ങളുടെ ആഡംബരം ഉപയോഗിക്കുന്ന ആളുകൾ ഒന്നെങ്കിൽ തറവാടെന്ന് കിട്ടുന്ന സ്വത്ത് വിറ്റ് ജീവിക്കുന്ന ആളുകളായിരിക്കണം, അതല്ലെങ്കിൽ അവർ സമ്പാദിച്ച കാശായിരിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഈശ്വരീയ ജീവിതങ്ങൾ നയിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ അവരുടെ സന്തോഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അധികം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടായിരിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. മരിച്ച നിങ്ങൾ തുമ്മുന്നതിന് കാരണമായി കൊണ്ടേയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ജീവിതങ്ങളെല്ലാം സന്തോഷകരം മാത്രമല്ല, അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ പലതുമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിൽ സന്തോഷകരമായ ആഡംബര ജീവിതങ്ങൾ നയിക്കുന്ന ചില കപ്പിൾസിൻ്റെ കാര്യം എടുത്തു നോക്കുക. അവരവരുടെ ജീവിതത്തിൽ കാണിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ ഒരുമിച്ച് എണീച്ചു, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി, ഞങ്ങൾ കിസ് ചെയ്തു, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി എന്ന് തുടങ്ങിയ ക്ലീശേ സംഭവങ്ങളായിരിക്കാം. ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന നമ്മൾക്കിടയിലുള്ള ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അവർ ചിന്തിക്കുന്നത് എനിക്ക് ഇത്തരം ലൈഫ് കിട്ടിയില്ല, എനിക്ക് ഇത്തരം പാർട്ട്ണറെ കിട്ടിയില്ല എന്ന് തുടങ്ങി അവരുടെ ജീവിതത്തിലെ പോസിറ്റീവുകൾ കണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവുകൾ നിങ്ങൾ ഇമ്പാക്റ്റ് ആക്കി മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ് സത്യത്തിൽ ഏറ്റവും വലുത് എന്നുള്ളതാണ്. ഇത്തരം ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുകയും എന്നാൽ ഇത് മറച്ചു വെച്ച് ജീവിക്കുകയും ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളത് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ജീവിതം തന്നെയാണ് ഒരു പക്ഷേ ഒരു ഗോൾഡൻ ലൈഫ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള പോയിന്റ്. ഇനി നിങ്ങൾക്ക് ചുറ്റും ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുകൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ ഉപദേശിക്കേണ്ടത് ചെറിയൊരു കാര്യം മാത്രമാണ്. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങളിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പുറത്തു വരാം. നിങ്ങൾക്ക് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുക. ഒരാളുടെ കാൽക്കീഴിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നിങ്ങളുടെ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ നിന്നും ജീവിതം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോരുന്നതിന് പകരം അവരുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് വഴിമാറി കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്യുക. സ്വന്തം ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. റിഫ മെഹ്നുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.
ഈ റിഫ മെഹ്നുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ ഈ സോഷ്യൽ മീഡിയ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ചിന്തകൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.